മദ്യപിശാചിനേക്കാൾ കടുത്ത പിശാചാണ് ബീഡി വലി പിശാച്. ഈ പുകവലിയുടെ ആസക്തി ഭയങ്കരമാണ്. മദ്യപാനം നിർത്തിക്കഴിഞ്ഞാലും പുകവലി നിർത്തൂല. പുകവലി നിർത്തിയാൽ നമുക്ക് മദ്യപാനം നിർത്താൻ വളരെ എളുപ്പമാണ്. ഇതൊരു പൈശാചിക ബന്ധനവും കൂടിയാണ്. ഇതിനുള്ള അഡിക്ഷനോടൊപ്പം തന്നെ ശാരീരികമായ അഡിക്ഷനുണ്ട്, മാനസികമായ അഡിക്ഷനുണ്ട്, ഒരു ആധ്യാത്മികമായ അഡിക്ഷനോട് കൂടിയാണ്. ഈ പുകവലിക്കുന്നവർക്ക് ഭയങ്കര ദേഷ്യവും ടെൻഷനും ഒക്കെ ഉണ്ടാവും. എല്ലാ തിന്മകളും ഈ പുകവലിക്കുന്നവരിൽ കയറി കൂടും. അവൻ കട്ടൻ കാപ്പി അമിതമായിട്ട് കുടിക്കും, കൂട്ടുകെട്ടിൽപ്പെടും. ഒരു ബീഡി കിട്ടാതെ കിടന്നു കഴിഞ്ഞാൽ അലഞ്ഞ് നടക്കും ഒരു ബീഡിക്ക് വേണ്ടിയിട്ട് കത്തിക്കുത്തുണ്ടായി. പിന്നെ മരണം സംഭവിച്ച സംഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പുകവലി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വലിയാണ് അനേകം വലിയുടെ ആരംഭം. അതുകൊണ്ട് ആദ്യത്തെ വലി നിർത്തുക എന്നുള്ളതാണ്. ഒരിക്കൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഒരു വീഡിയോ, പിന്നെ മദ്യമോ, അതുപോലെ തന്നെ കട്ടൻ കാപ്പി, കട്ടൻ ചായ, ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ ഉത്തേജക വസ്തുക്കളും ഉപേക്ഷിക്കണം. പുകവലി നിർത്തിയിട്ട് പിന്നെ എന്നതാണ് വായിൽ മുറുക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും പുകവലിയിലേക്ക് തന്നെ പോകും. എല്ലാ ഉത്തേജക വസ്തുക്കളാണ്. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും നമ്മോട് തന്നെ സജഷൻ കൊടുക്കുക. യോഗ നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്. അതുപോലെ കുമ്പസാരവും കുർബാനയും ജീവിത നവീകരണവും വളരെയേറെ സഹായകമാണ്. അതുപോലെ തന്നെ ധ്യാനത്തിൽ വന്ന് കൂടി അതിൽ നിന്ന് പുകവലി നിർത്താനായിട്ട് ശ്രമിക്കുക. ഒരു 48 മണിക്കൂർ നേരത്തേക്ക് ഈ പുകവലി വസ്തുക്കൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ സാവധാനത്തിൽ ഇതിൻ്റെ ടെൻഡൻസി കുറഞ്ഞു കിട്ടി ഇതിൽ നിന്ന് മോചനം കിട്ടാൻ സാധിക്കും. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. പുകവലി പിശാചിൽ നിന്ന് രക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.